ഈ വീഡിയോയിൽ നമ്മുടെ ജയശങ്കർ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ മാർക്കോ റൂബിയോയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാർക്കോ റൂബിയോ അറിയാമല്ലോ, സ്റ്റേറ്റ് സെക്രട്ടറി, പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി. പണ്ടത് ആന്റണി ബ്ലിങ്കന് പകരം വന്നിരിക്കുന്ന ആളാണ് മാർക്കോ റൂബിയോ. അപ്പൊ ജയശങ്കറിന്റെ അടുത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു മൈനോറിറ്റി ക്രൈസിസിനെ കുറിച്ച് സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചു, ഡീപ്ലി ഡിസ്കസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മാർക്കോ റൂബിയോയുമായിട്ട് ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുള്ളി പറഞ്ഞത് ഓപ്പൺ ആയിട്ട് ഞാൻ വെളിയിൽ പറയാൻ അങ്ങനെ താല്പര്യപ്പെടുന്നില്ല, കാരണം അതിന് അത്ര ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഇന്റേണൽ ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അതിൽ 2-3 കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ബംഗ്ലാദേശിനെ കുറിച്ച് ഇന്ത്യ ഇത്രയും ആശങ്കപ്പെടേണ്ടതുണ്ടോ? മൈനോറിറ്റിയുടെ ഒരു ക്രൈസിസ് ഉണ്ട്, അതിലുപരിയായിട്ട് ആ ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ പോയി ഇടപെടണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇറങ്ങി ഒരു അറ്റാക്ക് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തത്, എന്നാൽ ഇന്ത്യക്ക് ഇത് ആവശ്യമാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നമുക്ക് വേണോ വേണ്ടോ എന്നുള്ളതാണ്. ഇതിലൊരു ക്ലിയർ ഡിസിഷൻ ഉണ്ട്, ഇന്ത്യക്ക് എന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ജയശങ്കർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം വേറൊന്നുമില്ല, 1971 നമ്മൾ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ പോകുമ്പോഴത്തേക്കും നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പോയി അറ്റാക്ക് ചെയ്തു, സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് മാറ്റി തിരിച്ചു, നമ്മൾ പുറത്തു വന്നു. പക്ഷെ ഇന്ന് സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ കയറി പോകാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കയറി പോകാൻ പറ്റും. അതിൽ ഒരു വിഷയമില്ല. നമ്മൾ ആർമി ഇറക്കുക, നമുക്ക് നല്ല രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്, ഡീസെന്റ് ആയിട്ട് അതിനകത്ത് കയറി പോകാം, ഒറ്റ ഒരു പ്രശ്നമില്ലാതെ കയറി പോകാം. പക്ഷേ നമ്മൾ അവിടെ പോയിട്ട് പെട്ടുപോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. ഒരുപാട് വലിയ രാജ്യങ്ങളൊക്കെ ചെറിയ രാജ്യങ്ങളുടെ ഉള്ളിൽ പോയി പെട്ടിട്ട് പെടാപ്പാട് വരുന്ന അവസ്ഥയുണ്ട്. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശത്രുക്കളെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിട്ട് ഈ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിഷയങ്ങളായിട്ട് അങ്ങ് വരും. അതിനേക്കാളും ഭേദം നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് നമ്മളുടെ ഇന്റലിജൻസിനെ വെച്ചിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻസ്. ഇസ്രായേൽ എങ്ങനെയാണ് ചെയ്യുന്നത്, IDF എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലത്തെ ഓപ്പറേഷൻസ് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസാരം, വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഡിസ്കഷൻ മാർക്കോ റൂബിയോയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. യൂനസിനിട്ട് ഒരു പണി ഉറപ്പായിട്ടും വരുന്നുണ്ടെന്നുള്ളതാണ് ജയശങ്കർ പറഞ്ഞതിന്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ്. അതുപോലെ തന്നെ പാരലലി ബംഗ്ലാദേശ് BGB ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും BSFും തമ്മിൽ ഒരു മീറ്റിംഗ്, ഹൈ ലെവൽ മീറ്റിംഗ് ആണ് നടന്നത്. നമുക്ക് ഹൈ ലെവൽ, അവർക്കെന്ത് ഹൈ ലെവൽ? അപ്പൊ അവരെപ്പോഴും മറ്റേ ബുദ്ധിയാണല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ ബുദ്ധിയാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ഹൈ ലെവൽ മീറ്റിംഗ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മീറ്റിംഗ് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് 3 കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൺട്രോൾ ഇല്ലീഗൽ ആക്ടിവിറ്റി, നിങ്ങളുടെ ഇല്ലീഗലായിട്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കുക. ഒന്ന്, റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻസിഡൻസ് ഇല്ലേ, അപ്പൊ അതിൽ ഒരു ഇന്ത്യൻ BSF ജവാൻ ഒരു ബംഗ്ലാദേശിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില NOI ഇഷ്യൂസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഈ അംബാസിഡറെ വിളിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒഴിവാക്കുക, കൃത്യമായിട്ട് നിങ്ങളുടെ സിറ്റിസൺസിന് ഇൻഫർമേഷൻസ് കൊടുത്ത് അവർക്ക് അവയർനെസ് കൊടുക്കുക. പഴയതുപോലെ ഇന്ത്യക്കുള്ളിൽ കയറി പോകരുത് എന്നുള്ള രീതിയിലുള്ള അവയർനെസ് കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സിറ്റിസൺസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അതിർത്തികൾ, ഈ ബഫർ സോണൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് ആ രീതിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. കൃത്യമായി നിങ്ങൾ ബോർഡർ മാനേജ്മെന്റ് നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോർഡർ മാനേജ്മെന്റ്, റീസെന്റ് ഇൻസിഡൻസ്, അതേപോലെ സ്റ്റോപ്പ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഇത്രയും ഇൻസ്ട്രക്ഷൻസ് വളരെ സൗണ്ട് ആയിട്ട് തന്നെ BSFന്റെ ഭാഗത്ത് നിന്ന് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡിന് കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ്. ഇന്നലെയാണ് മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗിൽ ശക്തമായി തന്നെ ഇന്ത്യ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വയലേറ്റ് ചെയ്യുന്ന പക്ഷത്തിൽ ഇന്ത്യൻ ആർമി പ്രതികരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞില്ല, വെച്ചില്ല, ചർച്ചയ്ക്ക് തയ്യാറായില്ല, സംസാരിക്കാൻ കൂട്ടായില്ല, ഞങ്ങൾക്ക് ഈക്വൽ ആയിട്ട് മറ്റൊരു രാജ്യമാണെന്നുള്ള ബഹുമാനം തരുന്നില്ല, ഈ പരാതികളൊക്കെ ഇനി ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് റെഡിയാക്കി കൊടുത്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.